പ്രിയങ്കരായ ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് ഈ സമ്മേളനത്തിന് നിമിത്തമായിട്ടുള്ള കാര്യസംഗതികളെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ പരാമർശിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഏറെ കൂടുതലായി ഒന്നും എനിക്ക് കൂട്ടിച്ചേർക്കാനില്ല. എന്നാലും ഞാൻ ഒരേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, എവിടെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഇതുവരെയും ഒന്നും പഠിച്ചിട്ടില്ല എന്ന ഒരു സത്യമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അധികാരത്തിലിരിക്കുമ്പോൾ അധികാരം ഉപയോഗിച്ച് കോൺഗ്രസിനെ തളർത്താം അല്ലെങ്കിൽ തകർക്കാമെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും നേതാവ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നടന്ന പ്രകടനം അതിനുള്ള ഒരു മറുപടിയാണ്. നിങ്ങൾ എത്ര വലിയ ഔന്നത്യങ്ങളിലാണെങ്കിലും ഈ ത്രിവർണ്ണ പതാക വേറുന്ന ഈ പ്രസ്ഥാനത്തിന്റെ രോമത്തിൽ തൊടാനുള്ള ശക്തി ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലല്ല ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു സത്യം വിളിച്ചോതുന്ന പ്രകടനമാണ് ഇവിടെ നടന്നത്. സാധാരണഗതിയിൽ അക്രമങ്ങളോട് അല്ലെങ്കിൽ അതിക്രമങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞങ്ങളൊക്കെ KSU ആയിരിക്കുമ്പോൾ പലപ്പോഴും SFI-യുമായുള്ള സംഘർഷത്തിൽ ഇവിടെ സൈമൺ അറിയാം, വിഷ്ണുവിനറിയാം. തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തിയുള്ള SFI-യുടെ കേന്ദ്രങ്ങളിൽ ഞങ്ങളൊക്കെ KSU പ്രവർത്തനം നടത്തി. പലപ്പോഴും സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ നേതാക്കന്മാരെ ചെന്ന് കാണുമ്പോൾ അവരൊക്കെ നമ്മൾ ശകാരിച്ചിട്ടേ ഉള്ളൂ. ഒരു സമയത്ത് പോലും ഒരു SFI-കാരനെ അടിച്ച് മിടുക്കനായി കടന്നു ചെല്ലുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവും എന്നെ അഭിനന്ദിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ സംസ്കാരം ഇതല്ല, നമ്മൾ ചെയ്യേണ്ടതല്ല എന്ന് ഞങ്ങളെ പറഞ്ഞ് തിരുത്തിയിട്ടുള്ള നേതാക്കന്മാരാണ്. ഇന്ന് അവർ ചേർന്നാണ് പറഞ്ഞത് നമ്മുടെ ശക്തി പ്രകടനം പുല്ലൂരിൽ നടക്കുമെന്ന്. അതൊരു വലിയ മെസ്സേജാണ്, വലിയൊരു സന്ദേശമാണ്. ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹത്തെ ഉണർത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു തൊപ്പി വെച്ച സാജുവിനെ കൊണ്ടോ ലാത്തി പിടിച്ച ബൈജുവിനെ കൊണ്ടോ ഈ പ്രസ്ഥാനത്തെ തളർത്താമെന്നല്ലെങ്കിൽ തടഞ്ഞു നിർത്താമെന്ന് ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലോക്കൽ കമ്മിറ്റി ഓഫീസും ഏരിയ കമ്മിറ്റി ഓഫീസും വിട്ട് പുനലൂര് വിട്ട് നിങ്ങൾക്ക് പോകേണ്ട ഗതി ഇവിടെ ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിച്ചു പോകുന്നു, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറെ ശക്തിയുള്ള ഒരുപാട് പ്രദേശങ്ങളില് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പാർട്ടി ഓഫീസിനെ സംരക്ഷിക്കാൻ കഴിയാത്തത്? നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 30 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ബംഗാളില് ഇവിടെ പീതാംബരക്കുറുപ്പ് ഭഗവാനായ MP സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ, ഡൽഹിയിൽ വന്ന് ബംഗാളിന്റെ മുഖ്യമന്ത്രി നിരന്തരമായി അഭ്യർത്ഥിക്കുകയാണ് ബംഗാളിലേക്ക് പട്ടാളത്തെ അയക്കണമെന്ന്. എന്തിനു വേണ്ടിയാ? ബംഗ്ലാദേശിൽ നിന്നുള്ള ആക്രമണത്തെ തടയുന്നതിന് വേണ്ടിയല്ല, ചൈനയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല. നിങ്ങൾ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. ഇല്ലാത്തവന് വേണ്ടി ഉള്ളവനോട് പോരാടാൻ ആഹ്വാനം ചെയ്ത പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം പഠിപ്പിച്ച നാട്ടില് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സ്വതന്ത്രമായി സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയില്ല. എങ്ങനെയാണ് ആ സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടത്? നിങ്ങൾ പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിങ്ങൾ വളർത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്ന് മുതലാളി വർഗത്തിന്റെ പിന്നാലെ പോയപ്പോൾ, അധികാരത്തിന്റെ പിന്നാലെ പോയപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസം ഇതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നക്സൽ ബാരികൾ ഇന്ന് കടന്നു വരുന്നത്, ബംഗാളിൽ അന്വേഷിച്ചു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിനെയാണ്. തൊഴിലാളി വർഗത്തെ ഒറ്റുകൊടുത്ത, അധ്വാന വർഗത്തെ ഒറ്റുകൊടുത്ത, കമ്മ്യൂണിസത്തിന്റെ ആത്മാവിനെ ഇഞ്ചിഞ്ചായി വിറ്റ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ, ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്ന് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും നക്സലേറ്റ് പാർട്ടിയിൽപ്പെട്ടവർ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർ വെട്ടിക്കൊല്ലുമ്പോൾ നിങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ പട്ടാളത്തെ അയക്കണമെന്നാണ് ബംഗാളിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ കഴിയാത്ത CPM-കാരനാണ് പുനലൂരിൽ കോൺഗ്രസിനെതിരെ പോരാടാൻ വരുന്നത്. ഇതൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. അധികാരത്തിന്റെ ശീതളച്ചായ നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നു. ഷാജുവിനെയും ബൈജുവിനെയും ഒന്ന് സഹായിക്കാൻ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധികാരമോ ഉണ്ടാകില്ല. പുനലൂരിൽ നിങ്ങൾ ഈ സഹപ്രവർത്തകരോട് ചെയ്തത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദേഹത്ത് പതിച്ച മർദ്ദനമായാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിന് എണ്ണി മറുപടി പറയേണ്ടി വരുമെന്ന് ഇതിനു മുന്നേ പ്രസംഗിച്ച പീതാംബരക്കുറുപ്പ് അടക്കം വിഷ്ണു അടക്കമുള്ളവർ പറഞ്ഞു. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇതൊരു ദൗത്യമായി അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിമാനമായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇവിടെ തുടങ്ങി വെച്ച ഈ സമരം കേരളത്തിലെ CPM-നെതിരെ പോലീസിന്റെ അതിക്രമങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹോദരന്മാർക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.